കൂട്ടുകാരെ, ഉണ്ണിമോളെ കൂട്ടുകാർക്കറിയോ? എൻ്റെ ടൈം ടേബിൾ പോയേ. ഞാനിനി എങ്ങനെ പഠിക്കും? മോൾക്ക് മിഠായി വാങ്ങിത്തരാൻ അച്ഛനോട് ഈ മുത്തശ്ശി പറയാം. കരയണ്ടട്ടോ. മുത്തശ്ശി പറഞ്ഞു, ഇത് മിഠായി അല്ല മുത്തശ്ശി, ടൈം ടേബിൾ. സ്കൂളിലെ പഠന സമയവും വിഷയവും ഒക്കെ എഴുതി വെക്കുന്ന ടൈം ടേബിൾ. ഉണ്ണിമോൾ പറഞ്ഞു നിർത്തി. വീണ്ടും കരച്ചിലോട് കരച്ചിൽ. എന്റെ ടൈം ടേബിളേ. ടൈം ടേബിൾ ഇല്ലാതെ പഠിക്കാൻ കഴിയില്ലെന്നും ആസൂത്രണത്തോടെ യഥാസമയത്ത് ഓരോ വിഷയവും എളുപ്പത്തിൽ പഠിക്കുന്നതിന് ടൈം ടേബിൾ ആവശ്യമാണെന്ന് മിടുക്കിയായ ഉണ്ണിമോൾക്കറിയാം. വിഷയവും എളുപ്പത്തിൽ പഠിക്കുന്നതിന് ടൈം ടേബിൾ ആവശ്യമാണെന്ന് മിടുക്കിയായ ഉണ്ണിമോൾക്കറിയാം. അതിന് ഉണ്ണിമോൾ കരഞ്ഞ് സമയം കളഞ്ഞിട്ട് കാര്യവുമില്ല. കളഞ്ഞു പോയത് തിരയുക. തിരഞ്ഞു കണ്ടില്ലെങ്കിൽ പിന്നെ കളയുക. തുളുമ്പിപ്പോയ പാലിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ലെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ദുഃഖിക്കരുത്. പുതിയ ശ്രമം കൊണ്ട് പുതിയത് നേടിയെടുക്കുന്നതിൽ പുതുമയുണ്ട്. നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് വിഷമം മാറിക്കിട്ടുകയും ചെയ്യും. അല്ലാതെ എൻ്റെ 10 രൂപ നോട്ട് കളഞ്ഞു പോയേ, ടീച്ചർ എന്നെ തല്ലുമേ എന്ന് തലയിൽ കൈകെട്ടി കരഞ്ഞിരുന്നിട്ട് എന്ത് കാര്യം കൂട്ടുകാരെ? നോട്ട് അബദ്ധത്തിൽ കളഞ്ഞുപോയി. അമ്മ എന്നോട് ക്ഷമിക്കണം. മേലിൽ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് ആത്മാർത്ഥമായി ക്ഷമാപണം നടത്തി നോക്കൂ. സ്നേഹമുള്ള അമ്മ ഒരിക്കലും വഴക്കു പറയില്ല, ദേഷ്യപ്പെട്ട് സംസാരിക്കില്ല, സമാധാനിപ്പിക്കുകയേ ഉള്ളൂ. ടീച്ചർ പഠിക്കാൻ പറഞ്ഞ ഭാഗം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, ടീച്ചർ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ടീച്ചർ പഠിക്കാത്തതിന് ശിക്ഷിക്കുക തന്നെ ചെയ്യും. നാം സ്വന്തമായി ചെയ്യാനുള്ളത് യഥാസമയത്ത് ശരിയായി ചെയ്യുക തന്നെ വേണം. എങ്കിലേ നമ്മുടെ ദൗത്യം നിർവഹിച്ചു എന്ന് സംതൃപ്തി അടയാൻ കഴിയൂ. ഈ കുഞ്ഞിത്തത്തയ്ക്ക് പഠിക്കാനുള്ളതും ചെയ്യാനുള്ളതും കുഞ്ഞിത്തത്ത തന്നെ ചെയ്യണ്ടേ? അത് ഉണ്ണിമോളെ ഏൽപ്പിച്ചാൽ കുഞ്ഞിത്തത്തയ്ക്ക് അതിൻ്റെ ഗുണം കിട്ടുമോ? അപ്പോൾ മിടുക്കിയായ ഉണ്ണിമോൾ കൂടുതൽ മിടുക്കിയാകുകയും പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്യും. കുഞ്ഞിത്തത്തയുടെ കാര്യം എന്താകും? വട്ടപൂജ്യം. ഈ വട്ടപൂജ്യം ചില കൂട്ടുകാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. എന്നാൽ ഇന്നു മുതൽ ഉണ്ണിമോളെ പോലെ മിടുക്കിയായി പൂജ്യത്തിന് ഇടതുവശത്തായി ഒരു പൂജ്യവും ഒരൊന്നും കൂടി നേടുക. 100-ൽ 100ആയി തിളങ്ങാനും കൂട്ടുകാർക്ക് കഴിയും. മനസ്സ് വെച്ചാൽ തീർച്ചയായും നാം വിജയിക്കുക തന്നെ ചെയ്യും. ശരി, വിട.